മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ദേവസ്വം ഭൂമി കൊള്ളയ്ക്ക് പിന്നാലെ ക്ഷേത്രവും പുറമ്പോക്കെന്ന് സംസ്ഥാന സർക്കാർ. കൊല്ലം ചവറ മായയക്ഷിക്കാവ് ക്ഷേത്രം സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലെന്ന റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവ്. ക്ഷേത്രം ഉൾപ്പെടുന്ന 1.53 ഏക്കർ ഭൂമി ഇപ്പോഴും സർക്കാർ പുറമ്പോക്കെന്നാണ് ഉത്തരവിൽ പരാമർശിക്കുന്നത്. റീസർവേയിലൂടെ ക്ഷേത്രഭൂമി തട്ടിയെടുത്തതിന് പിന്നാലെയാണ് പുറമ്പോക്ക് ഭൂമി എന്ന റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവ്. ക്ഷേത്രഭൂമി തട്ടിയെടുത്ത സ്വകാര്യ വ്യക്തികൾക്കും സർക്കാർ ഉത്തരവിൽ സംരക്ഷണം നൽകുന്ന വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഈ റീസർവേ നടത്തി വ്യാപകമായിട്ടുള്ള തട്ടിപ്പ് സർക്കാർ സംരക്ഷണം നൽകിക്കൊണ്ട്, അതായത് സ്വകാര്യ വ്യക്തികൾ ഭൂമി കയ്യേറുന്നു, അവർക്ക് കൂടി പരിരക്ഷ നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ക്ഷേത്ര ഭൂമി, അത് പുറമ്പോക്ക് ഭൂമി എന്ന റവന്യൂ വകുപ്പ് രേഖകളിൽ പരാമർശിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. നമുക്കറിയാം, സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ഭാഗത്ത് നടന്നു. അതിലും വളരെ ഗുരുതര സ്വഭാവമുള്ള ഭൂമി കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്നാണ് വിശദാംശങ്ങൾ. പ്രജിത്ത്. അനിൽ, ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്നത്. ഒന്ന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തിരുവനന്തപുരം പാറശാല മുതൽ വടക്കൻ പറവൂരിലെ പെരുവനം വരെയുള്ള ഭാഗങ്ങളിലുള്ള നിരവധി ദേവസ്വം ഭൂമികൾ ഇത്തരത്തിൽ രേഖകളിൽ തിരുത്തൽ വരുത്തി സർക്കാർ ഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളൊരു വലിയ വാർത്തയാണ്. അത് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, റീസർവേ കാലത്താണ് ഇത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ പോയത്. പല ദേവസ്വം ബോർഡ് ഭൂമികളുടെയും ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് ഭൂമികൾ എന്നുള്ളത് ലാൻഡ് രജിസ്റ്ററിലൊക്കെ പണ്ടാരവക, ദേവസ്വം വക, ദേവസ്വം പുറമ്പോക്ക് തുടങ്ങിയിട്ടുള്ള ടൈറ്റിലുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വിവിധ റീസർവേകളുടെ സമയത്ത്, ഈ റീസർവേകൾ നടക്കുന്ന സമയത്ത് ഇതെല്ലാം ദേവസ്വം ഭൂമിയിൽ എന്നതിൽ നിന്ന് സർക്കാർ ഭൂമി, അതായത് സർക്കാർ പുറമ്പോക്ക്, സർക്കാർ ഭൂമി, റവന്യൂ പുറമ്പോക്ക് തുടങ്ങിയിട്ടുള്ള ടൈറ്റിലുകളിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും ഇതിൻ്റെയൊക്കെ ഉടമസ്ഥാവകാശവും ദേവസ്വം ബോർഡിന് പലയിടങ്ങളിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. ഇത് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം ജനൻ TV തന്നെ പുറത്തുവിട്ട നിരവധി രേഖകളുടെയും വാർത്തകളുടെയും അടിസ്ഥാനത്തിലാണ്. നമ്മൾ തന്നെയാണ് ഈ ഹൈവേ വികസനത്തിനായി വിട്ടു നൽകിയിരിക്കുന്ന ക്ഷേത്രഭൂമികളുടെ തുക, അതിൻ്റെ നഷ്ടപരിഹാരം സർക്കാർ ഏറ്റെടുത്തു എന്നുള്ളത് വാർത്ത പുറത്ത് കൊണ്ടുവരുന്നത്. പിന്നാലെ അതിനുവേണ്ടി പുറത്തിറക്കിയ ഉത്തരവിൽ ദേവസ്വം ബോർഡുകളുടെ കൈവശമുള്ള എല്ലാ ഭൂമികളും അത് ഗവൺമെൻറ് ലാൻഡാണ്, കവനന്റ് പ്രകാരം രാജാവോ സർക്കാരുകളോ നൽകിയ ഭൂമിയാണ്, അതിൻ്റെ പൂർണ്ണമായും അത് സർക്കാർ ഭൂമിയാണ് എന്നുള്ള അവകാശവാദവും സർക്കാർ ഉത്തരവിൽ പറയുന്നതും നമ്മൾ കണ്ടിരുന്നു. എന്തിനാണ് സർക്കാർ ഇത്തരത്തിൽ ദേവസ്വം ഭൂമികളുടെ അവകാശവാദം ഉന്നയിച്ചത് എന്നുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് സംസ്ഥാനത്തെ നിരവധി ദേവസ്വം ഭൂമികൾ ഈ രീതിയിൽ റവന്യൂ ഭൂമികളാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ വരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണങ്ങളിലൊന്നാണ് കൊല്ലത്തെ മായയക്ഷിക്കാവ് ക്ഷേത്രത്തിൻ്റെ ഒരു കാര്യം എന്നുള്ളത്. ഇതുപോലെയുള്ള നിരവധി ക്ഷേത്രങ്ങളുടെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ പുറത്തു കൊണ്ടുവരും. എങ്കിലും ഈ മായയക്ഷിക്കാവ് ക്ഷേത്രത്തിൻ്റെ കേസ് നമുക്കൊന്ന് കൃത്യമായി പരിഗണിക്കാൻ കഴിയും. ഏതാണ്ട് റീസർവേക്ക് മുന്നേ റീസർവേക്ക് മുൻപ് കൃത്യമായ സർവേ നമ്പറിൽ മായയക്ഷിക്കാവ് ക്ഷേത്രത്തിന് ഏതാണ്ട് 2.06 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. എന്നാൽ റീസർവേ കഴിഞ്ഞതോടുകൂടി 79 സെൻറ്റ് മാത്രമായി ക്ഷേത്രഭൂമി ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് 2020-21 ഓഡിറ്റിൽ കാണിക്കുന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നു, ഏതാണ്ട് 1.25 ഏക്കർ ഭൂമി ദേവസ്വം ബോർഡിന് മായയക്ഷിക്കാവ് ദേവസ്വത്തിന് നഷ്ടമാകുന്നു. അതിൽ 63 സെൻറ്റ് 8 സ്വകാര്യ വ്യക്തികൾ ചേർന്ന് കൈക്കലാക്കിയതാണ്. ഈ സ്വകാര്യ വ്യക്തികൾക്കെതിരെ ദേവസ്വം ബോർഡ് പരാതിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബാക്കി 61.82 സെൻറ്റ് ഭൂമിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളതിന് കൃത്യമായ രേഖകൾ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും അതവിടെ നിൽക്കട്ടെ. ഈ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ്, ജില്ലാ കളക്ടർക്കും ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും പരാതി നൽകി മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ വെച്ച് ദേവസ്വം ബോർഡിനോട് കൃത്യമായി നൽകുന്ന മറുപടി എന്നുള്ളത്, ക്ഷേത്രമിരിക്കുന്ന, അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൃത്യമായി ഒന്ന് വായിക്കുകയാണ്, തോട് പാറ ക്ഷേത്രം ഉൾപ്പെടെ ആകെ 62.16 ഭൂമി, അതായത് 1.5 ഏക്കർ ഭൂമി ഇപ്പോഴും സർക്കാർ പുറമ്പോക്കാണ്. അത് ക്ഷേത്രമടക്കം സർക്കാർ പുറമ്പോക്കാണ് എന്നുള്ളതാണ് ഈ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു ക്ഷേത്രത്തിനെ പറ്റി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ വിഭാഗവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുള്ള ഒരാളായ ലാൻഡ് റവന്യൂ കമ്മീഷണർ 2020 പുറത്തിറക്കിയിരിക്കുന്ന ഈ ഉത്തരവിൽ പറയുന്നത്. അങ്ങനെ ദേവസ്വം ബോർഡ് സ്വകാര്യ വ്യക്തികളുടെ കയ്യേറ്റത്തിനെതിരെ പരാതിയുമായി പോയപ്പോൾ ആ പരാതി തള്ളുകയും സ്വകാര്യ വ്യക്തികൾക്ക് അനുകൂലമായി ലാൻഡ് റവന്യൂ കമ്മീഷണർ വിധിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം
അതോടൊപ്പം പറയുന്നു ഈ ക്ഷേത്രത്തിൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള, അതായത് കയ്യേറ്റത്തിന് ശേഷം റവന്യൂ രേഖകളിൽ തിരുത്തൽ വരുത്തി ദേവസ്വം ഭൂമി സർക്കാർ പുറമ്പോക്കാക്കിയതിന് ശേഷം ബാക്കിയുള്ള 79 സെന്റ് അടക്കം ആകെ 1.5 ഏക്കർ ഭൂമി ഇപ്പോഴും സർക്കാർ ഭൂമിയാണ് എന്നുള്ളത്, സർക്കാർ പുറമ്പോക്കാണ് എന്നുള്ളത്. അങ്ങനെ തട്ടിപ്പുകാർക്ക്, ഭൂമി കൊള്ളക്കാർക്ക് ഒരു വശത്ത് കൂട്ടുനിൽക്കുകയും അതിനൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ദേവസ്വം ഭൂമികൾ സർക്കാരിൻ്റെതാക്കി മാറ്റുവാനും നടക്കുന്ന ഗൂഢനീക്കത്തിന്റെ ഫലങ്ങളാണ് ഇതെല്ലാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രജിത്ത്, ദേവസ്വം ബോർഡിന്റെ ഒത്താശയോടെയാണോ സർക്കാരിൻ്റെ ഈ ഭൂമി കൊള്ള നടക്കുന്നത്, അതോ ദേവസ്വം ബോർഡിനെ കൂടി ഇരുട്ടിലാക്കിക്കൊണ്ടാണോ സർക്കാർ ഭൂമി കൊള്ളയടിക്കുന്നത്? പല കേസുകളിൽ, പല ദേവസ്വങ്ങളുടെ കേസുകളിൽ പല രീതിയിലാണ് അത് നടക്കുന്നത്. ചിലയിടങ്ങളിൽ ദേവസ്വം ബോർഡിനെ ഇരുട്ടിൽ നിർത്തുന്നുണ്ട്, ചിലയിടങ്ങളിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പിഴവുകൾ കൊണ്ടാണ് സംഭവിക്കുന്നത്, ചിലയിടങ്ങളിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ദേവസ്വം ബോർഡും സർക്കാർ എന്ത് തീരുമാനമെടുത്താലും അതിനൊപ്പം നിൽക്കുകയും ദേവസ്വം ബോർഡിൻ്റെ ഭൂമികൾ നഷ്ടമാകാൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊരു ഉദാഹരണം എന്തെന്നാൽ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ 2020-21 കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്, ഈ 61 പോയിന്റ് ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് കാണാതായിട്ടുള്ള ഭൂമി ഏതാണ്ട് 61.82 സെന്റിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഒരു രേഖയുമില്ല എന്നുള്ളത്. ഈ കേസുകളുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഭൂമി നഷ്ടമാകുന്നതുമായി ബന്ധപ്പെട്ട് ലാൻഡ് രജിസ്റ്റർ രേഖകൾ കൃത്യമായി സൂക്ഷിക്കാറില്ല. അത് പല സമയത്തും ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന രേഖകളിൽ പോലും കൃത്യത ഉണ്ടാകാറില്ല. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയാലും അതും സബ് ഗ്രൂപ്പ് ഓഫീസർമാരും മറ്റും കേട്ട ഭാവം നടിക്കാറില്ല. ഒപ്പം കേസുകളും പരാതികളും തർക്കങ്ങളും ഉണ്ടാകുമ്പോൾ അത് സംബന്ധിച്ച സ്യൂട്ട് രജിസ്റ്റർ അടക്കമുള്ളവ സൂക്ഷിക്കണമെന്നുള്ള കർശന നിർദ്ദേശമുണ്ട്. ഈ നിർദ്ദേശങ്ങളും പാലിക്കില്ല. അങ്ങനെ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ, അത് ലാൻഡ് റെക്കോർഡ്സ് ആണെങ്കിലും റവന്യൂ രേഖകളാണെങ്കിലും ശരി, ഇത് സംബന്ധിച്ച രേഖകൾ സൂക്ഷിക്കുന്നതിലടക്കം ഈ സബ് ഗ്രൂപ്പ് ഓഫീസർമാരൊക്കെ വലിയ വീഴ്ച വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. പലയിടങ്ങളിലും സർക്കാർ ഭൂമി കയ്യേറുമ്പോൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥ സംഘടനകളിൽപ്പെട്ട ഇത്തരം ഓഫീസർമാർ അതിന് കണ്ണടച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയും അങ്ങനെ ഭൂമി പതുക്കെ റവന്യൂ ഭൂമി ആയി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ വലിയ വീഴ്ച ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു സൈഡിൽ കൂടി നോക്കുമ്പോൾ ദേവസ്വം കമ്മീഷണർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കളക്ടർക്കും ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും ഒക്കെ പരാതി നൽകുകയും അവിടെ നിന്ന് വിധി എതിരായി വിധി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ വിധി എതിരായി ലഭിക്കാനുള്ള ഒരു കാരണവും ഈ റവന്യൂ രേഖകളിലെ പിഴവാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ തെറ്റായി ദേവസ്വം ഭൂമികൾ സർക്കാർ പുറമ്പോക്കാക്കി മാറ്റി എന്നുള്ളതാണ്. അത് പരാതിയായി ദേവസ്വം കമ്മീഷണർ 5 തവണയാണ് 2023 സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത് എന്നുള്ളൊരു വിഷയവും അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ വിഷയം സർക്കാരിനെ അറിയിച്ചതിന് ശേഷവും 2023 തന്നെ സംസ്ഥാന സർക്കാർ ഇറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നു, ദേവസ്വത്തിന്റെ കയ്യിലുള്ളത്, അതിന് രാജാവ് കൊടുത്തതാണെങ്കിലും ശരി, കവറന്റ് പ്രകാരം കിട്ടിയതാണെങ്കിലും ശരി, സർക്കാർ കൊടുത്തതാണെങ്കിലും ശരി, അതെല്ലാം സർക്കാർ ലാൻഡുകളാണ്, ഗവൺമെന്റ് ലാൻഡുകളാണ് എന്നുള്ളത്. അങ്ങനെ കാലങ്ങളായി റീസർവേ വഴി നടത്തിയ തട്ടിപ്പ് മറച്ചു വയ്ക്കാൻ 2023 സർക്കാർ ഒരു ഉത്തരവിറക്കി പറയുന്നു, ഇനി ആര് കൊടുത്താലും ശരി ഈ ഭൂമികളെല്ലാം അത് സർക്കാർ ഭൂമിയാണ്, ദേവസ്വത്തിൻ്റെ കൈവശമുള്ള എല്ലാ ഭൂമികളും സർക്കാർ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഹൈവേ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോഴും ആ തുക, അതിൻ്റെ നഷ്ടപരിഹാര തുകയും സർക്കാരിന് കിട്ടണമെന്ന വാദം ഉന്നയിച്ചിരിക്കുന്നു. അങ്ങനെ അനിൽ, നമ്മളതിലൊരു കൃത്യമായൊരു പാറ്റേൺ കാണേണ്ടതുണ്ട്, കൃത്യമായൊരു ആസൂത്രണം കാണേണ്ടതുണ്ട്. കാരണം 2000ങ്ങളുടെ തുടക്കം തൊട്ട് ഇങ്ങോട്ടുള്ള പല റീസർവേകളിലും ഈ ഭൂമി തട്ടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ വകുപ്പ് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അതിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോഴായാലും ശരി ഈ ഭൂമികൾ റവന്യൂ വകുപ്പ് വഴി ദേവസ്വത്തിന്റെ ഭൂമികൾ കൈക്കലാക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് പലയിടങ്ങളിലും ക്ഷേത്ര ഭൂമികളെല്ലാം റവന്യൂ ഭൂമികളാണ്, അല്ലെങ്കിൽ റവന്യൂ പുറമ്പോക്കാണ്, സർക്കാർ പുറമ്പോക്കാണ് എന്ന രീതിയിൽ രേഖപ്പെടുത്തുകയും പിന്നീട് സർക്കാർ അതിനെ സ്വാധീകരിക്കുന്ന പുതിയ ഉത്തരവുകൾ ഇറക്കുകയും അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന, സർക്കാരിന് തന്നെ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന വാദങ്ങൾ ഉണ്ടാകുന്ന, നിങ്ങൾക്ക് ഭൂമി സൗജന്യമായി സർക്കാർ നൽകിയതാണ്, അല്ലെങ്കിൽ സൗജന്യമായി മഹാരാജാവ് നൽകിയതാണ്, അതുകൊണ്ട് ഇതെല്ലാം ഗവൺമെന്റ് ഭൂമിയാണെന്നുള്ളൊരു വാദം വയ്ക്കുന്നത്. പക്ഷേ അവിടെയുമുള്ളൊരു വലിയ പ്രശ്നം എന്നത് 1922 തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന ഭൂമികളുടെ ഒരു ഘടന സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അന്ന് ദേവസ്വം റവന്യൂ വകുപ്പാണ് നിലനിന്നിരുന്നത്. അതിൽ തന്നെ ദേവസ്വം വകുപ്പിന് കൂടുതൽ പ്രാധാന്യം നൽകി. കാരണം ക്ഷേത്രങ്ങളുടെ ഭൂമികൾ എന്നുള്ളത് പാരമ്പര്യമായി ക്ഷേത്രങ്ങൾക്ക് കൈമാറി വന്നതും നാട്ടുകാർ ക്ഷേത്രങ്ങൾക്ക് നൽകിയ ഭൂമിയും അതിൻ്റെ സ്വാഭാവികമായ പരിസ്ഥിതികളും ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രങ്ങളുടെ കൈവശം വന്നു ചേർന്ന ഭൂമികളുമാണ്. പിന്നീട് ഇനിയിപ്പോൾ രാജഭരണകാലത്താണെങ്കിലും ശരി അതിനൊരു നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ കൃത്യമായി സംരക്ഷിക്കാൻ ദേവസ്വം റവന്യൂ വകുപ്പ് വരുന്നു. 1922 ഈ ദേവസ്വം റവന്യൂ വകുപ്പ് പിരിക്കുമ്പോൾ, രണ്ടായി തിരിയുമ്പോൾ ദേവസ്വത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയുടെ 60% വരുന്ന ഭൂമി റവന്യൂ വകുപ്പിന് കൈമാറുകയും 40% താഴെ മാത്രം ഭൂമി ദേവസ്വം വകുപ്പിൻ്റെ കയ്യിൽ വയ്ക്കുകയുമാണ് ചെയ്തിരുന്നത്. പിന്നീടാണ് ഈ പറയുന്ന ദേവസ്വത്തിൻ്റെ കയ്യിലുള്ള ഭൂമികൾക്ക് 1950 അതിന് നിയമപരിരക്ഷയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആ പരിരക്ഷ നിലനിൽക്കുമ്പോൾ തന്നെ ആ ഭൂമിയിൽ പതുക്കെ സംസ്ഥാന സർക്കാർ കൈകടത്തിക്കൊണ്ടിരുന്നു. പല
പലയിടങ്ങളിലായി റീസർവേ നടത്തി ദേവസ്വം ഭൂമികൾ സർക്കാരിൻ്റെ ഭൂമിയാക്കി മാറ്റാനുള്ള ശ്രമം നടത്തി. സർക്കാർ പുറമ്പോക്കാക്കി റവന്യൂ രേഖകളിൽ തിരുത്തൽ വരുത്തി. എന്നാൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമൊക്കെ ഇതിന് ഒന്നെങ്കിൽ ഒത്താശ ചെയ്തു, അല്ലെങ്കിൽ സർക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കണ്ണടച്ച് കൊടുത്തുകൊണ്ടിരുന്നു. ഫലത്തിൽ കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വലിയൊരു ശതമാനം ഭൂമിയും ഇന്ന് സർക്കാർ പുറമ്പോക്കുകളായി മാറിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടായിട്ടുണ്ട്. 2020-21 ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടുമ്പോൾ അന്നത്തെ സ്റ്റേറ്റ് ഓഡിറ്ററായിട്ടുള്ള ഉദ്യോഗസ്ഥനടക്കം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. പല ദേവസ്വം ബോർഡുകളിലും, പ്രത്യേകിച്ച് ഇപ്പോൾ മായക്ഷിക്കാവ് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വെട്ടിക്കോട് ദേവസ്വത്തിലേക്ക് പോകുമ്പോൾ, ശാസ്താംകോട്ടയിലേക്ക് പോകുമ്പോൾ, അതിനപ്പുറത്തേക്ക് ലക്ഷ്മി നടയിലേക്ക് പോകുമ്പോൾ, അങ്ങനെ വിവിധ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ശാർക്കര അടക്കമുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ദേവസ്വം ഭൂമികൾ സർക്കാർ കയ്യേറിയിട്ടുണ്ട്. സർക്കാരിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, സർക്കാർ കയ്യേറ്റത്തിന്റെ ഒരു വശത്ത് നിന്നുകൊണ്ട് സ്വകാര്യ വ്യക്തികളും കയ്യേറിയിട്ടുണ്ട്. അങ്ങനെ നഷ്ടമായിരിക്കുന്നത് ആയിരക്കണക്കിന് ഹെക്ടർ ദേവസ്വം ഭൂമികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അതിലൊരു പ്രത്യക്ഷമായ ഉദാഹരണമായി നമുക്ക് പറയാൻ കഴിയുന്ന സംഭവമാണ് കൊല്ലം മായക്ഷിക്കാവിലേത്. പ്രജിത് മോഹനൻ, ഈ പകൽക്കൊള്ള പുറത്തു കൊണ്ടുവന്നതിന് പ്രത്യേകം അഭിനന്ദനം. ദേവസ്വം ഭൂമിക്കൊള്ളയ്ക്ക് പിന്നാലെ ക്ഷേത്രവും പുറമ്പോക്കെന്ന സംസ്ഥാന സർക്കാർ കൊല്ലം ചവറ മായക്ഷിക്കാവ് ക്ഷേത്രം സർക്കാർ പുറമ്പോക്ക ഭൂമിയിലെന്ന റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവ്. ക്ഷേത്രം ഉൾപ്പെടുന്ന 1.53 ഏക്കർ ഭൂമി ഇപ്പോഴും സർക്കാർ പുറമ്പോക്ക് എന്നാണ് ഉത്തരവിൽ പരാമർശിക്കുന്നത്. റീസർവേയിലൂടെ ക്ഷേത്രഭൂമി തട്ടിയെടുത്തതിന് പിന്നാലെയാണ് പുറമ്പോക്ക് ഭൂമി എന്ന റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവ്. ക്ഷേത്രഭൂമി തട്ടിയെടുത്ത സ്വകാര്യ വ്യക്തികൾക്കും സർക്കാർ ഉത്തരവിൽ സംരക്ഷണം നൽകുന്നു എന്നതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ഭൂമിക്കൊള്ള നടത്തുന്നു മാത്രമല്ല, ക്ഷേത്ര ഭൂമി അത് പുറമ്പോക്കിലാണ് എന്ന് രേഖകളിലൂടെ വ്യക്തമാക്കുന്നൊരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും ക്രിസ്ത്യൻ ഭൂമിയോ ഏതെങ്കിലും ക്രിസ്ത്യൻ പള്ളിയോ ഏതെങ്കിലും മുസ്ലിം പള്ളിയോ ഇങ്ങനെ പുറമ്പോക്ക ഭൂമിയിലാണ് എന്ന് സർക്കാർ പറയുമോ? അത്തരത്തിലൊരു നിലപാട് ആ മതവിഭാഗങ്ങളോട് കാണിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രജിത് മോഹനാണ് വിശദമായ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.